തിരൂരിൽ UDF തരംഗം പ്രവർത്തകരുടെ ആവേശമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. തിരൂർ പോളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് പുറത്തൂർ പഞ്ചായത്ത് UDF തൂത്തുവാരും UDF തരംഗാണ്. എല്ലാ മേഖലകളും 13-13 വാർഡ് CPM ഭീഷണിപ്പെടുത്തി നടത്തി ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും വാർഡുകളിലും എല്ലാം ഏത് കോട്ടകളും തകർക്കപ്പെടുമെന്നാണ് ഈ വിജയം. ഏത് കോട്ടകളും തകർക്കപ്പെടുമെന്ന് ഈ ഇലക്ഷനോട് കൂടി തിരിച്ചറിഞ്ഞിരിക്കണം. പിണറായി വിജയന്റെ നെറുകെട്ട രാഷ്ട്രീയത്തിൽ പതിനെട്ടാം വാർഡിലെ കൂട്ടായി മംഗലം പഞ്ചായത്ത് 18-ാം വാർഡിൽ ഷിയാബ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. പ്രഖ്യാപനം നടന്നിട്ടില്ല. പരിപൂർണമായിട്ടും മിക്കവാറും ഷിയാബ് 18-ാം വാർഡിൽ വിജയിച്ചിരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പരിപൂർണ. വിജയത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ വിജയത്തെ പുറത്തൂർ പഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനെതിരെ നാട്ടുകാരെതിരെ ഒരു വിധിയെഴുത്താണ് ഇന്നത്തെ ഈ ഉജ്ജ്വല വിജയം എന്നുള്ളത്. UDFന് 50 വർഷക്കാലമായി പുറത്തൂർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. സകല ഫണ്ടുകളും വെട്ടി പോക്കറ്റിലിട്ട് കൊണ്ടാണ് LDFന്റെ ഭരണം ഇതുവരെ മുന്നോട്ട് പോയത്. അതിനുള്ളൊരു താക്കീത് ആയിട്ടാണ് പുറത്തൂരിലെ ജനങ്ങൾ LDFനെ 8 സീറ്റിൽ മാത്രം വിജയിപ്പിച്ചത്. 12 സീറ്റിൽ UDF വിജയിച്ചു വന്നിട്ടുണ്ട്. CPMന്റെ ഈ പഞ്ചായത്ത് നിൽക്കുന്ന ആ നാൾ മുതൽ 13 എന്നുള്ളൊരു പുറത്തൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് CPMന്റെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരുന്ന ഒരു വാർഡായിരുന്നു. അതുകൂടി UDF ഇപ്രാവശ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. പടിഞ്ഞാറക്കരയിൽ പുതുതായി വന്ന 20-ാം നമ്പർ വാർഡ് അതും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജയം പൊൻതിളക്കമാർന്ന വിജയമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുകയാണ്. 10 വർഷമായിട്ട് LDF ആണ് തുപ്രങ്ങോട് പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷം LDFന്റെ ഒരു ഭയങ്കര പരാജയപ്പെട്ടൊരു ഭരണമായിരുന്നു. ആളുകളെ ജനദ്രോഹ ഭരണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് പൊതുജനം അവർക്കെതിരെയാണ്. അതുകൊണ്ടാണ് UDF ഇത്രയും വലിയ ലീഡിൽ ഭരണം തിരിച്ചു പിടിക്കാൻ കാരണം. എന്താണ് പുറത്തൂർ പഞ്ചായത്ത് UDF തൂത്തുവാരും തരംഗാണ്. എല്ലാ മേഖലകളും 13-13 വാർഡ് CPM ഭീഷണിപ്പെടുത്തി നടത്തി ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും വാർഡുകളിലും എല്ലാം ഏത് കോട്ടകളും തകർക്കപ്പെടുമെന്നാണ് ഈ വിജയം. ഏത് കോട്ടകളും തകർക്കപ്പെടുമെന്ന് ഈ ഇലക്ഷനോട് കൂടി തിരിച്ചറിഞ്ഞിരിക്കണം. പിണറായി വിജയന്റെ നെറുകെട്ട രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് 18-ാം വാർഡിലെ തിരുനാവായ പഞ്ചായത്തിൽ UDFന് വളരെ ചരിത്രപ്രദമായിട്ടുള്ളൊരു
വലിയ വിജയമാണ് തിരുനാവായിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. തിരുനാവായിലെ UDFന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും എല്ലാ വോട്ടർമാരോടും നന്ദി അറിയിക്കുകയാണ്, കടപ്പാട് അറിയിക്കുകയാണ്. തീർച്ചയായും UDFൻ്റെ ഒരു തുടർഭരണം തിരുനാവായ പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ ജനോപകാരപ്രദമായ പദ്ധതികൾ, പുതിയ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ UDF തീർച്ചയായും നല്ലൊരു ഭരണം ഇനിയും തുടരും. അതിന് അവിടുത്തെ ആളുകളുടെ ഒക്കെ നല്ല സപ്പോർട്ടാണ് ഈ ഒരു ഇതിനുണ്ടായിട്ടുള്ളത്. UDFന് 16 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ആ 16 സീറ്റും വളരെ നല്ല ഒരു ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. LDFന് ലഭിച്ച ചില വാർഡുകളിൽ 3ഉം 4ഉം വോട്ടുകൾ വെച്ചാണ് അവർ പല വാർഡുകളിലും ജയിച്ചിട്ടുള്ളത്. തീർച്ചയായും അതൊന്നും UDFൻ്റെ നട്ട കണക്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. UDFൻ്റെ ഭാഗമായിട്ട് ആ വാർത്ത ജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ. പഞ്ചായത്തിൻ്റെ ഈ മൃഗീയ ഭൂരിപക്ഷം, അതായത് 21 വാർഡിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വാർഡുകളിൽ 16 വാർഡ് എണ്ണിയാലും 13 വാർഡും UDF ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. 3 വാർഡ് LDFനുള്ളൂ. കഠിനാധ്വാനമാണ് എല്ലാവരുടെയും ആ വിജയത്തിൻ്റെ പിന്നിലുള്ളത്. ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ UDF പ്രവർത്തിച്ചത്. UDFിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഭിന്നതകളൊക്കെ തന്നെ എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് ഒറ്റ ഉമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇനിയും ഒരു 2-3-4 സീറ്റുകൾ നമുക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 17 സീറ്റ് വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പം നിലവിലുള്ള പ്രസിഡന്റിൻ്റെ നല്ല ഒരു ഒരുമയോടുള്ള ഒരു ഞങ്ങളുമായിട്ടുള്ള ഒരു സഹകരണം, അത് ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണത്. മനസ്സിലായില്ലേ? മലപ്പുറം ജില്ലയിൽ 1ാമത്തെ പഞ്ചായത്തായിട്ട് നമ്മുടെ മംഗലം പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പദ്ധതി വിഹിതത്തിൽ. അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. അതിൻ്റെയൊക്കെ ഒരു സത്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ അടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. തലക്കാട്, പുറത്തൂര്, തുപ്പറങ്കോട്, ഇതൊക്കെ തന്നെ ഇതൊക്കെ അവരെ ഭരണമായിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഈറ്റില്ലമായ മറ്റേ പെരുന്തൽമണ്ണയിൽ വരെ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്കുള്ള ഒരു മടുപ്പ്, LDF ഗവൺമെൻറ്റിനുള്ള മടുപ്പാണ്. 6 മാസം കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് പോയി വേറെ മറ്റേ ഗവൺമെൻറ്, അതായത് UDF ഗവൺമെൻറ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യെസ്, അതായത് ഇതിൽ ശരിക്കും പറയാനുണ്ടെങ്കിൽ ഈ ഹിന്ദു സഹോദരന്മാരെ വേദനിപ്പിച്ചൊരു സംഗതിയാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയത്. അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നമ്മളെ ആൾക്ക് ഈ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാ ചാനലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അത് സത്യത്തിൽ ഉണ്ടായ സംഗതിയാണത്. ഇവർക്ക് കക്കാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും ബാക്കിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിയമസഭ വരുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ ഉഷാറായിക്കൊണ്ട് നമ്മൾ, അതായത് ഏറ്റവും കുറഞ്ഞാൽ 100 സീറ്റെങ്കിലും കേരളത്തിൽ പിടിച്ചെടുക്കുന്ന രൂപത്തിൽ മുന്നണി ഉണ്ടായിരിക്കും. UDF മുന്നണി സജ്ജമായിരിക്കുമെന്ന് പറയുകയാണ്. ഓക്കെ. വെട്ടം പഞ്ചായത്ത് UDF ഭരണത്തിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ വലിയ മാർജിനോട് കൂടിയിട്ടാണ് വെട്ടം പഞ്ചായത്തിൽ UDF തിരിച്ചു വരുന്നത്. കഴിഞ്ഞ കാലത്തെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്കെല്ലാവർക്കും, വിധിയെഴുതിയ ജനങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി നല്ലൊരു സൽഭരണത്തിന് UDF നേതൃത്വം നൽകുമെന്നും കൂടി അറിയിക്കുകയാണ്. വെട്ടം പഞ്ചായത്തിലെ 15ാം വാർഡിൽ ഉള്ള മുഴുവൻ വോട്ടർമാർക്കും, എനിക്ക് ചെയ്തതും ചെയ്യാത്തതുമായ വോട്ടർമാർക്കും നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ വളരെ വിചിത്രമായ ഒരു മത്സരമാണ് നടന്നിട്ടുള്ളത്. കാരണം പഞ്ചായത്തിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകർ ഒരു വാർഡുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് തൊട്ടടുത്ത വാർഡും നഷ്ടപ്പെടേണ്ടി വന്നത്. എന്നിരുന്നാലും 15 ഞങ്ങൾ മുറുകെ പിടിച്ച് തിരിച്ചു പിടിച്ച് എന്ന് തന്നെ പറയാം. കാരണം എത്ര ചതി പ്രയോഗം നടത്തിയാലും മറ്റുള്ള വിധത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടും അവർക്കത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യം, അതാണ് സത്യം ജയിച്ചു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം. എന്തായാലും ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ തന്ന വാക്ക് നിറവേറ്റുമെന്ന് മാത്രമല്ല എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിജയത്തെ നിങ്ങൾ എങ്ങനെ നോക്കി? വെട്ടം പഞ്ചായത്തിലെ 15ാം വാർഡിലെ UDFൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. വെട്ടം പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറി വിജയം തന്നെ പറയാൻ പറ്റിയൊരു വിജയമാണ് ഞങ്ങളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വാർഡ് വിഭജനത്തിൽ CPM BJP അന്തർധാര ഉണ്ടാക്കിയിട്ട് BJPക്ക് CPM ഒരു വാർഡ് ഒരുക്കി കൊടുത്തതായിരുന്നു. പക്ഷേ അട്ടിമറിയിലൂടെ ഞങ്ങളെ UDFൻ്റെ കെട്ടുറപ്പോടെ നല്ലൊരു വിജയം ഞങ്ങൾ BJPക്കെതിരെ ഞങ്ങളവിടെ നേടിയിട്ടുണ്ട്. വെട്ടം പഞ്ചായത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം 15ാം വാർഡിലെ വിജയമാണ്. അവിടെ CPMൻ്റെ വോട്ടൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെ BJPൻ്റെ വോട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ചെറിയൊരു മാർജിനിലാണ് 14 പോയിട്ടുള്ളത്. ഇത് സംഗതി ഈ പ്രാവശ്യം 15 താമര വിരി എന്നുള്ള രീതിയിലായിരുന്നു. കഠിനമായ പോരാട്ടം ചെയ്തിട്ട് പിടിച്ചിട്ടുള്ളത്.
KT ഭാഗ ജയിച്ചിട്ടുണ്ട്. പോരെ BJP CPM നല്ല ഡീലുണ്ടായിരുന്നു അവിടെ വെട്ടം പഞ്ചായത്തിൽ 15-14. വെട്ടം പഞ്ചായത്തിൽ 13, 14, 15 അതുപോലെ തന്നെ പിന്നെ ആദ്യം റിസൾട്ട് വന്ന 1 അതൊക്കെ പിന്നെ CPM-ന്റെ മോസ്കോ എന്നറിയപ്പെടുന്ന ഒരു പിന്നെ വാർഡായിരുന്നു അത് ഇസ്മായിൽ അത് ജനകീയനാണ്. അദ്ദേഹം അത് തിരിച്ചു പിടിച്ചു. അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ നല്ല ലക്ഷണം തുടങ്ങി UDF-ന്റെ. അതിനുശേഷം വന്ന ഓരോ റിസൾട്ടുകളും അത് UDF-ന് അനുകൂലമായിരുന്നു. അതുപോലെ തന്നെ നിർണായകമായ മറ്റൊരു വാർഡായിരുന്നു 15. അതിൽ പിന്നെ 2ാം സ്ഥാനത്ത് BJP NDA സ്ഥാനാർത്ഥിയായിരുന്നു. അതിൽ വെട്ടം ചീർപ്പ് 15ാം വാർഡുമായി സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് 15ാം വാർഡിൽ KT ബാവ ബഹുമാനപ്പെട്ട നമ്മളെ KT ബാവക്ക് വോട്ട് ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നമ്മൾ സത്യം പുലർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നന്ദി. വെട്ടം പഞ്ചായത്തിൽ 15ാം വാർഡിൽ വോട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. വെട്ടം പഞ്ചായത്തിലെ 15ാം വാർഡിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വെട്ടം പഞ്ചായത്തിലെ വെട്ടം 15-ലെ ഒരു പിന്നെ മുഖമായി മാറുന്ന ഒരാളാണ് KT ബാവക്ക. പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാൾ. ഈ സജീവമായ ഒരു വാർഡ് മെമ്പർക്ക് നല്ല രീതിയിൽ ഒരുപാട് രക്ഷപ്പെടുന്നത് നടത്താൻ കഴിയും. 14 വാർഡിലെ ഞങ്ങൾ തോൽവി എന്ന് പറയുന്നത് BJP 28 വോട്ട് CPM ഞങ്ങൾ ഒരു ബൂത്ത് തന്നെ മറിച്ചിട്ടുണ്ട്. BJP-ന്റെ കൂടെ വിജയമാണ്. നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഈ 12ാം വാർഡിലെ ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്ര കൂടുതൽ വിജയിക്കാൻ സാധിച്ചത്. ഈ വിജയത്തിന് എന്നെ വിജയിപ്പിച്ചതിന് നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. വളരെ സന്തോഷമുണ്ട്. തലക്കാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ് ഞാൻ. 500 ചില വോട്ടിന് ജയിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. കടപ്പാട് UDF-ന്റെ വൻ മുന്നേറ്റമാണ്. ഒരു UDF തരംഗമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും നമ്മളെ തിരൂർ മുനിസിപ്പാലിറ്റി ഫുൾ UDF തൂത്തുവാരിയിട്ടുണ്ട്. അതേപോലെ പുറത്തൂർ പഞ്ചായത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. മംഗലം പഞ്ചായത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. ഒരു UDF തരംഗമാണ് സൃഷ്ടിച്ചുള്ളത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. 5ാം വാർഡിൽ നമ്മളെ പൗസ് ജയിച്ചിക്കണേ. 6ാം വാർഡിൽ 8ാം വാർഡിൽ മുജാക്ക ജയിച്ചേനെ. നമ്മൾ ജയിക്കും. 5ാം വാർഡിൽ ഭരണം നമ്മൾ എടുത്തുക്കണേ. കുറേ മാർക്ക് തേരെ കുറ്റം ചെയ്യാത്ത 10 വർഷമായിട്ട് CPM ഭരിക്കണത്. ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തമായിട്ട് അഴിമതി നടത്തിയതിൻ്റെ ചോദ്യങ്ങൾ. പൊതുകിണർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പൊതുകിണർ എവിടെയാണ് 8 ലക്ഷം റുപ്യക്ക് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ല. കൃത്യമായിട്ട് 8 ലക്ഷം രൂപ അവരെ പോക്കറ്റിലിട്ട് പഞ്ചായത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഭരണാധികാരികൾ മലേഷ്യയിലും UAE-യിലൊക്കെ ബിസിനസ്സാണ്. എവിടേക്കാണ് അഴിമതിൻ്റെ പൈസ കൊണ്ടുപോയെന്നുള്ളതിന് ജനങ്ങൾ കൊടുത്ത ഉത്തരമാണ് തുപ്പറങ്ങോട് പഞ്ചായത്ത് ഇപ്പോൾ UDF-ന് തിരിച്ചു കിട്ടിയത്. പിണറായിൻ്റെ അഴിമതി ഭരണത്തിന് ജനങ്ങൾ അറുതിയൊരുത്തി. ഇത് ജനവിധി മാനിച്ച് പിണറായി ഇപ്പം തന്നെ രാജിവെക്കണം. സ്വർണം കക്കൽ മുതൽ കക്കൽ മുക്കലാണ് ഇവരുടെ പണി.